സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ആദ്യഘട്ടമായി ഇന്ന് 3 നേതാക്കളാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന് രൂക്ഷ വിമർശനവുമായി ആശമാർ രംഗത്തെത്തി. വീണ ജോർജിന്റെ ഡൽഹി യാത്ര ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനെന്നും മന്ത്രി കേരളത്തിലെ ജനതയെ പറ്റിച്ചെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, സമരത്തിന് പുതിയ മുഖം കൈവരുന്നു. പ്രതിഷേധ സമരത്തിൽ നിന്ന് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക്. ആദ്യം അതിനെക്കുറിച്ച്. കൃഷ്ണരാജ്, വലിയ പിന്തുണ, ഒപ്പം തന്നെ അണങ്ങാത്ത ഒരു പ്രതിഷേധം, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം മുതൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആശാ വർക്കേഴ്സ് അവരുടെ സമരത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 3 പേരാണ്, അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു അടക്കമുള്ളവർ കൃത്യമായി 3 പേർ ഈ സമരത്തിൽ ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്ക് പിന്നാലെ കൂടുതൽ പ്രവർത്തകർ ഈ നിരാഹാര സമരത്തിലേക്ക് വരും. ഇപ്പോൾ 3 പേർ മാത്രമാണ്. അവർക്ക് കിടക്കാനുള്ള കട്ടിലുകളൊക്കെ ഒരുക്കി ഇവിടെ കാര്യങ്ങൾ നിരാഹാര സമരം അങ്ങനെ ഇതിൽ തുടരുകയാണ്. പിന്തുണയുമായി ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വീണ്ടും ഇവിടേക്ക് എത്തുന്നുണ്ട്. അല്പം മുൻപ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇവിടെ എത്തി ആശമാരെ കണ്ടു മടങ്ങിയിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. കാരണം എടുത്തു പറയേണ്ടത്, ഇത്രയധികം ആവശ്യങ്ങൾ, ഇത്രയധികം ദിവസം, ഈ 39 ദിവസത്തെ ഈ സമരം അത് നിരാഹാരത്തിലേക്ക് പോകുമ്പോഴും മുഖ്യമന്ത്രി ഇവരെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിലപാടുകൾ എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ആ നിലപാടുകൾ പലപ്പോഴും അത് കൃത്യതയില്ലാത്ത നിലപാടുകൾ, പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാത്തതൊക്കെ നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചോദ്യം ബാക്കിയാകുന്നത്, എന്തുകൊണ്ട് ഇത്ര വലിയ ചർച്ചയായ ഒരു സമരത്തിന്റെ ഇത്രയധികം ആശമാർ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം, അത് വളരെ പ്രസക്തമാണ്. ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ നമ്മുടെ പ്രിയപ്പെട്ട ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെ വിളിക്കുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വിളിച്ച് ഞങ്ങളെ 2 പ്രാവശ്യം വിളിച്ച് ഞങ്ങളെ ചതിച്ചു. ഇനി ഡൽഹിയിൽ പോയെന്ന് പറഞ്ഞ് ആശമാർക്ക് വേണ്ടിയല്ല പോയത്. ഇതുപോലൊരു പറ്റിപ്പ് ഭരണം ഈ ലോകം, എനിക്ക് 60 വയസ്സായി, ഈ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഭരണം ഇന്ന് വരെയും കണ്ടിട്ടില്ല. പലരും ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കണമെന്ന്. മുഖ്യമന്ത്രി വന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. വന്ന് ഞങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്യേ, ഞങ്ങളടുത്ത് വന്ന്, അല്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരെ വിളിച്ച് സംസാരിക്കണം. അങ്ങനെയാണ് വരേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ആളല്ലേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. വേറെ സംഭവമൊന്നുമല്ലല്ലോ, സാക്ഷാൽ ഭഗവാനൊന്നും അല്ലല്ലോ പ്രത്യക്ഷപ്പെട്ട നമുക്ക് കാണാതിരിക്കാൻ. അദ്ദേഹം അല്ലേ വരേണ്ടത്. എവിടെ വന്നിരുന്നാലും ഒരു സമരം നടത്തിയാൽ വരേണ്ട ആരാണ് നമ്മൾ ആവലാതി പറയേണ്ടത്? അവരെന്താ ഓരോരുത്തരുടെ നിവേദനങ്ങൾ വാങ്ങാൻ ഓടി നടന്നല്ലോ, അതല്ലല്ലോ അവർ മുറ്റത്തല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളടുത്ത് നേരിട്ട് വരേണ്ടതല്ലേ? എന്താണെന്ന് ചോദിക്കണ്ടേ? എന്താ മതിമറന്ന് നടക്കുകയാണോ? ഇതൊന്നും അറിയില്ലേ? ലോകത്തൊന്നും അറിഞ്ഞൂടെ? ഇവരെന്താ ഒരു വലിയ വണ്ടിയിൽ ഉണങ്ങിയിരിക്കല്ലോ, ഒരു വണ്ടിയിലൊന്നും ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലായാലും ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. നടന്നു വരാൻ പറ്റില്ല. ഇതിനകത്ത് കയറുന്ന ആൾ എങ്ങനെയാണ് പോകണമെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കണത്, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കട്ടെ. എന്താണിത്? ഒരു കുടുംബത്തിന്റെ ഒരു ഗ്രഹനാഥനല്ലേ. അപ്പൊ അദ്ദേഹം അല്ലേ വന്ന് കാര്യങ്ങൾ പരിഹരിക്കാനുള്ളത്. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോ, നമുക്കിപ്പം നാഥനല്ലേ അങ്ങേര്. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ നാഥനല്ലേ. അദ്ദേഹം അല്ലേ വന്ന് ഇതിനെ പരിഹരിക്കാനുള്ളത്. അദ്ദേഹം പറയാത്തത് കൊണ്ട് മാത്രമാണല്ലോ ആരോഗ്യമന്ത്രി ഒന്നും സംസാരിക്കാത്തത്. മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച അതിനാണല്ലോ അങ്ങേര് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടത് എങ്ങനെയാണ്? കാരണം ഇതിൽ നിന്ന് അവർക്ക് വേറെ ഒന്നും നേടാനില്ല. ഞങ്ങളെ 233 രൂപ അവർക്ക് വേറെ ഒന്നിനും നടക്കില്ല. ഞങ്ങൾക്ക് പറ്റുമോ? അവരെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഈ ഒരു കാര്യം? ഞാനൊരു വിധവയാണ്. അപ്പം ഞങ്ങളെ ഒരു വീട്ടിലെ എൻ്റെ കുട്ടികളെ നോക്കണതും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് അവരെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഇതൊക്കെ വെറും നിസ്സാരമാണ്. ഇതൊന്നും അവർ കാര്യമാക്കുന്നില്ല. അവർക്ക് ഇതൊന്നും അല്ല വിഷയം. ഒരു കണ്ട ഭാഗം നടിക്കുന്നില്ല. ചുമ്മാ വിളിച്ച് ഒരു പ്രഹസനം നടത്തുക. നമ്മളെ കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ വേറെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്താ ചർച്ചയ്ക്ക് വിളിച്ചത്? എത്ര പ്രാവശ്യം വിളിച്ചു? എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഡിമാൻഡ് അംഗീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം? ഇന്നലെ ഞങ്ങൾ പോയ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചപ്പോൾ അതിന് ഹാസ്യമൊക്കെയാണ്. അവർക്കൊരു നിസ്സാരമാണ് അതൊക്കെ. അവർ ചുമ്മാ ഇവരെ ഇതിന് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളല്ലേ.
ഇവരിടുന്ന ഒരേ വോട്ടിന്റെ വിലയല്ലേ ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ഇവരെന്താ കാണിക്കണേ? ഇവരെന്ത് PSC എഴുതിയിട്ടാണോ മന്ത്രിമാരായത്? ഇവർ PSC എഴുതിയവരാണോ മന്ത്രിമാരായത്? അല്ലല്ലോ. വിദ്യാഭ്യാസം എന്തെന്ന് അറിഞ്ഞിടാത്ത ഒരു മനുഷ്യൻ എവിടെ എടുത്തിരുത്തിട്ടുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രി. ബബ്ബ അടിക്കല് ചെയ്യുന്ന അവിടെ ഇരുന്ന് എന്തെങ്കിലും അറിയാമോ? ഒരു 4 അക്കം ചേർന്നാൽ എത്രയെന്ന് വായിക്കാൻ അറിയാമോ ഇയാൾക്ക്? എന്നിട്ട് ഇതെല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് ജോലി തരില്ല, കാരണം അവർ പിൻവാതിൽ നിയമിക്കുകയാണ്. അവരെ കൂടെ മുദ്രാവാക്യം വിളിച്ചും അവർ ആരെയും കൊല്ലാനും കൊലയ്ക്കും സമാധാനം ഉള്ളവരെ മാത്രമേ അവരെടുക്കുള്ളൂ. പറ്റില്ല. ഇന്ന് AA AAA എടുത്ത ആളുകൾ എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല പഠിച്ചതാ. PSC എഴുതിയാൽ കിട്ടില്ല. ആ ലിസ്റ്റ് കിട്ടാറാകുമ്പോൾ അവർ മാറ്റിയിട്ട് പിൻവാതിൽ കൂടി എടുക്കണം. അതിന് വേണ്ടിയല്ല അങ്ങനെ ഈ ആളുകളെ എടുത്ത് ഇങ്ങനെ PSC നിയമനത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കയറ്റാം. അവരുണ്ടാക്കി വെച്ച PSC ആണ്. അല്ല നേരെ പരീക്ഷ എഴുതിയാൽ കിട്ടുന്നവർക്കുള്ള PSC അല്ല ഇത്. ഇത് ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന. ഇവർ പറയുന്നതൊന്ന് സമ്മതിച്ചു കൊടുക്കുക. ഇവരെന്ത് പറയുന്നോ അത് തന്നെ ശരി. രാജഭരണമല്ലേ, അങ്ങനെ പറയുന്നത് തന്നെ സമയം. എന്തിനാ ഇങ്ങനെ ഈ സാധു ജനങ്ങളുടെ എന്തിനായി കാണിക്കുന്നത്? കണ്ടില്ലേ 3 എണ്ണം കിടക്കുന്നത്? ഇത് അവർ കാണുന്നുണ്ടോ? അവർക്ക് എന്താ അല്ലേ? അവർക്കെന്താ? ഇവർ കിടന്ന് ഇവർ ക്ഷീണിക്കും. അവർക്കെന്താ? അവരിവിടെയൊന്നും ഇല്ലല്ലോ. അവരിങ്ങനെ പാറി പറന്ന് നടക്കല്ലേ ഹെലികോപ്റ്റർ എടുത്തെടുത്ത്. ഞങ്ങൾക്ക് 233 രൂപയെ കൂട്ടാൻ അവർക്ക് ഒരു വഴിയുമില്ല. പക്ഷെ അവർക്ക് ഹെലികോപ്റ്ററിന് അടയ്ക്കാനും ഇനി 100 കോടി കൊടുത്തും 1 കോടി കൊടുത്തും വണ്ടി എടുത്തിന് ഇയാൾ വർഷം ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? ഒരു പ്രധാനമന്ത്രി ഭരണത്തിലേറിയിട്ട് ഓരോ വർഷം തികയുന്നു. അദ്ദേഹം എന്താ ആർഭാടം കാണിക്കുന്നു? ഇവർ 1 വർഷം കഴിയുമ്പോൾ ഈ ആളുകളെ ശാപം വാങ്ങാനല്ലേ ഈ വണ്ടിയിലെ ഓടുന്നത്? അവർ കുറെ ചുവന്ന തൊപ്പിയും കൊടുത്ത് വിട്ടെന്ന് പറഞ്ഞ് ഞങ്ങളും വയ്ക്കാൻ അർഹതപ്പെട്ടവരാ. ഞങ്ങൾ ഇനി വെക്കില്ല അത്. ഇനി ഞങ്ങളിവിടെ ഓരോ സമരം നടത്തുമ്പോഴും കുറേ ആളുകൾ ചുവന്ന തൊപ്പിയും വെച്ചുകൊണ്ട് ഇതിലേ പോകുന്നു. എന്താ ഞങ്ങളെ ഒരുമാതിരി ആക്കുന്നതാണ്? ഞങ്ങളിത് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിച്ചതാണ്. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനും കള്ളം പറയുക. ഒരു മന്ത്രി വരുന്നു, അല്ലെങ്കിൽ MLA വരുന്നു, ആശമാർ വരണം. അവിടെ അവരെന്തൊരു പദ്ധതി നടപ്പിലാക്കിയാലും അതിൽ ചെന്നിരിക്കും. അവർ വിളിക്കുന്നിടത്തൊക്കെ ആശമാർ ചെല്ലണം. എന്തിനാ അവരെ കാളെ കൂട്ടാനോ? ഇവർ പറയുന്നിടത്തല്ല സാധാ ജനങ്ങൾ പോവില്ല. ഇവരല്ലെങ്കിൽ നമ്മളെ തട്ടിക്കളയും. നമുക്കിനി വേതനം തരില്ല. നമുക്ക് ഒരു ക്രൈറ്റീരിയൻ കട്ട് ചെയ്യും. ഇവർ ചെല്ലാത്തവരുടെ അറ്റൻഡൻസ് തരണം. അന്ന് ഒരു MLA ചെല്ലുന്നു, നമ്മളവിടെ ചെന്നില്ലെങ്കിൽ വരാത്ത ആശമാരുടെ നമ്പർ തരണം, എത്ര എണ്ണം തരണം. അത് പഞ്ചായത്തിൽ ഇങ്ങനെ പാവപ്പെട്ട പ്രസിഡന്റിനായാലും ഭരണസമിതി, കാരണം അവർക്ക് പറഞ്ഞേ പറ്റുള്ളൂ. മുകളിൽ നിന്ന് ഓർഡർ വരുമ്പോൾ പഞ്ചായത്ത് വഴി ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. മാഡത്തിനും പറഞ്ഞേ പറ്റുള്ളൂ, കാരണം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. കാരണം നമുക്ക് ഒരു വിധത്തിലൊരു സ്വാതന്ത്ര്യവും തരില്ല. അവർ വിളിക്കുന്നിടത്തെല്ലാം നമ്മൾ ചെല്ലും വേണം. എന്നാൽ നമ്മൾ പറയുന്ന കാര്യം അവർ അംഗീകരിക്കില്ല. ഒരു പട്ടിക്കുള്ള വില ഇവർ കാണിക്കാത്തത്. എന്നിട്ട് ആളെ കൂട്ടാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിളിക്കുകയാണോ? എന്താ ഇങ്ങനെ ഇവർ കാണിക്കുന്നത്? ഇവർ മനുഷ്യരല്ലേ? ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇതാരും ചോദിക്കാനില്ല. ഈ ലോകത്തുള്ള ഒരു ഓട്ടോ തൊഴിലാളി പോലും വന്ന് ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ഞങ്ങളോടൊപ്പം കണ്ണീര് വീഴ്ത്തുകയും ചെയ്യുന്നു. ഈ ലോക ചരാചരങ്ങൾ മൊത്തം. പക്ഷേ ഈ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രം നമ്മളെ മനസ്സിലാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇത് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവരോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത എല്ലാം വ്യക്തമാണ്. ഒരു സർക്കാർ എങ്ങനെയാണ് അവരുടെ സംവിധാനത്തിന്റെ, ആരോഗ്യ സംവിധാനത്തിന്റെ അടിസ്ഥാന പ്രവർത്തകരായി നിൽക്കുന്ന, അടിസ്ഥാന ബന്ധുക്കളായി നിലനിൽക്കുന്ന ഈ സ്ത്രീകളോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയിൽ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധം, ആ സങ്കടം നിറഞ്ഞ ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അതിനപ്പുറം എന്തെങ്കിലും അവിടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആശമാരുടെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. സർക്കാർ കാണിക്കുന്ന അവഗണനയിലും വഞ്ചനയിലും എല്ലാം അതിശുവ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ ആശമാരുടെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ, കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നൊക്കെ മാധ്യമങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയത്. പക്ഷേ ഇപ്പോൾ അത് വ്യക്തമാകുന്നു, ആരോഗ്യമന്ത്രി പോയിരിക്കുന്നത് ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തുടരുന്ന വഞ്ചനകളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രവും ആ കഥകൾക്കുമെതിരെയാണ് അവരുടെ പ്രതിഷേധം. അത് നിരാഹാര സമരമായി വരും ദിവസങ്ങളിൽ സജീവമായി തന്നെ മുന്നോട്ട്. 2-3 ചോദ്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ട്, പക്ഷേ 15 മിനിറ്റ് ആകുന്നു ആശമാർക്ക് നടുവിൽ.